സ്ഥിരമാക്കണമേ. യാതൊരനീതിയും യേശിടാതെ എന്നെ, യാതൊരനീതിയും യേശിടാതെ എന്നെ. യാത്രയിൽ ദിനവും നീ നടത്തണമേ. ഹല്ലേലൂയ. സ്വോത്രം 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 സ്വോത്രം. എല്ലാവരും ചേർന്ന് സ്വോത്രം ചെയ്യാം. ഭവനത്തിൽ മാതാപിതാക്കളെ ദൈവം എത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുക. ചോദ്യം ദാനമായി കൊടുത്ത മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ വിദ്യാഭ്യാസങ്ങളെല്ലാം നൽകുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുക. ഇതിലുപരിയായി അപ്പോസ്തോലികമായ കൂട്ടായ്മയും ഒരു ആത്മീകമായ ഒരു ബന്ധവും ദൈവവചനത്തിൽ കൂടെ കുഞ്ഞുങ്ങളെ ആത്മീകമായ നിലയിൽ അവരെ വളർത്തിയെടുക്കുവാൻ ആവശ്യമായ കൃപ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. ശിവനെയും ദൈവം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് ബാല്യത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവിക പ്രമാണ പ്രകാരം ജീവിക്കുവാൻ അവന് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. ദൈവഗീത പ്രകാരം ഇന്ന് ഒരു വിവാഹ നിശ്ചയം നടത്തുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു വഴിയൊരുക്കി ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യാം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ഈ വിഭാഗത്തിന് മുന്നോടിയായിട്ട് ആലോചിച്ച് ഉറപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. വധുവിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്ന യാത്രയിലെല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. വാഹനത്തെല്ലാം ദൈവം സൂക്ഷിക്കണനായി സ്തോത്രം ചെയ്യാം. വരുവാനുള്ളവരെയും കർത്താവ് വേഗത്തിൽ കൊട്ടി വരുത്തണനായി സ്തോത്രം ചെയ്യാം. ഒരു വിവാഹത്തിന് വേണ്ടി എത്രയും വേഗത്തിൽ ഒരുങ്ങിക്കൊള്ളേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇതിലുപരിയായി ഒരു നിത്യമായ ഒരു വിവാഹമുണ്ട്. ആ വിവാഹത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണനായി സ്തോത്രം ചെയ്യാം. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കണനായി സ്തോത്രം ചെയ്യാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോട് വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കാമെന്നുള്ളതായ വാഗ്ദത്ത പ്രകാരം കർത്താവെ, സിയോന്റെ അനുഗ്രഹത്താൽ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്ര. ഭവനത്തിലെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കും, ആശീർവദിക്കും. സൗഖ്യവും ബലവും ആരോഗ്യവും ദൈവം കൊടുത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത മക്കളെ കർത്താവ് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മക്കളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ്, കുട്ടികൾ വളർന്നു വന്നപ്പോൾ കർത്താവ് മാതാപിതാക്കളുടെ ആലോചന പ്രകാരം കുട്ടിക്ക് ഒരു വിഭാഗം നടത്തുവാൻ ഒരു ആലോചന നടത്തുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇതിലുപരിയായ ഒരു നിത്യമായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, സ്തോത്രം. ഇന്ന് നടക്കുവാൻ പോകുന്നതായ വിവാഹ നിശ്ചയത്തെ ദൈവം തന്നെ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വധുവിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബത്തിലുള്ളവരും തക്ക സമയത്ത് ചെന്ന് എത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കും. വാഹനത്തെല്ലാം ദൈവം സൂക്ഷിക്കും, ദൈവകൃപയിൽ മറയ്ക്കും, വരവിനായിട്ടൊരുക്കും. യേശുവിന്റെ നാമത്തന്നെ സ്തോത്ര, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തുടർന്ന് ജീവിപ്പാൻ ആവശ്യമായ കൃപയും കർത്താവെ ജ്ഞാനവും അഭിഷേകം ദൈവം കൊടുത്ത് ദൈവം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണാതെ വണ്ണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മറച്ചുകൊള്ളും. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച
അനുഗ്രഹിച്ച ദൈവം. അവന് കർത്താവ് സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ചിരിക്കാൻ സ്തോത്രം. തുടർന്ന് കൃപയിൽ മറച്ചുകൊള്ളും. യാത്രയിൽ കൂടെ ഉണ്ടായിരിക്കും. ഒരുവനായിട്ടൊരുക്കും യേശുവിന്റെ നാമത്തന്നെ. സ്തോത്ര 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 സ്തോത്ര. I've been held in your hands from the moment that I wake up until I lay my head. Oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire, and in darkest night you were close like no other. I've known you as a father, I've known you as a friend, and I have lived in the goodness of God. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God.
the goodness of God. I'm gonna sing of the goodness of God. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടതിനക്കേശുപയ ഇപ്പോൾ എന്തു ചെയ്യേണ്ടതിനക്കേശുപയ നന്ദി കൊണ്ടെൻ്റെയുള്ളം നേരെയുന്നി നന്ദി കൊണ്ടെൻ്റെയുള്ള നേരെയുന്നി സന്നദ്ധോടെ സ്തുതി പാടിടുന്നേ ദേവസന്നദ്ധോടെ സ്തുതി പാടിടുന്നേ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നേടയ അനന്തം വന്ദനാമേ എൻ്റെ പൊന്നേ സ്തോത്രം 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 നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വം കൊടുത്ത് സ്തോത്രം 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 സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യേ കടന്നു വരാം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് അറിയുന്നു. എല്ലാ ഉദ്ദേശത്തിനൊത്തുവണ്ണം ആലോചനയിൽ വലിയവനായ കർത്താവും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്താവ് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണം, തിരുനാമം മഹത്വപ്പെടുത്തണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ശേഷാൽ ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെടുവാൻ പോകുന്ന പ്രിയ സഹോദരങ്ങൾ ഇരുവരെയും കർത്താവ് അനുഗ്രഹിച്ച് ഇത്രത്തോളം പരിപാലിച്ചു. ഇനിയും അവരെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇരുഭാഗത്തെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമാജനങ്ങൾ, അയൽവാസികളായി ക്ഷണിക്കപ്പെട്ടവരായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോട് വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ സ്തോത്രം. ഇരു കുടുംബത്തെയും കർത്താവേ സ്തോത്രം. ഇന്നൊരു വിവാഹ നിശ്ചയമായിട്ടും കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം കർത്താവേ സ്തോത്രം. ഇന്ന് ഇവിടെ നടക്കുന്നതായ വിവാഹ നിശ്ചയത്തെ ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുപരിയായിട്ടും കർത്താവേ സ്തോത്രം, ഒരു നിത്യമായ ഒരു വിവാഹമുണ്ടല്ലോ, ആ വിവാഹത്തിന് വേണ്ടിയും കർത്താവേ സ്തോത്രം പ്രിയ മക്കളെ ദൈവം ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇരു കുടുംബത്തിൽ നിന്നുള്ളവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവെ ആത്മീകത്തിലും കർത്താവെ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠരായി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തുടർന്നും കർത്താവെ സ്തോത്രം നടത്തുവാൻ പോകുന്നതായ ശുശ്രൂഷകളെല്ലാം ദൈവം തന്നെ ഭാരം വഹിച്ചുകൊള്ളും. എല്ലാ കുറവും കർത്താവ് പരിഹരിക്കും, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തൃദാസന്മാർ, ആഗതരായിരിക്കുന്ന നിങ്ങൾക്കേവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമ്മെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണെങ്കിലും
ഔദ്യോഗികമായി ആ കാര്യം ഞാനിവിടെ പ്രസ്താവിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വാളകം വില്ലേജിൽ ഫെയ്ത്ത് സദനത്തിൽ ബ്രദർ ഷാജു കെ ജോർജിൻ്റെയും ലിസിമോളുടെയും മകൾ ഫെയ്ത്തിലി ഷാജുവും, പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ പതാലിൽ വീട്ടിൽ ബ്രദർ പി ഡി ജോർജിൻ്റെയും റോസമ്മ ജോർജിൻ്റെയും മകൻ ഷിബിൻ ബി ജോർജും തമ്മിലുള്ള വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ഇരു വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഒരു ധാരണയിൽ എത്തുവാൻ ഇടയായിട്ടുണ്ട്. ആ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളേവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് നിയുക്ത വധുവരന്മാരെ കാണുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിയുക്ത വരൻ രക്ഷകർത്താക്കളുമായിട്ട് സ്റ്റേജിലോട്ട് കടന്നു വരും. ഇവരുടെ വിവാഹം എന്ന്, എപ്പോൾ, എവിടെ വെച്ച് നടത്തപ്പെടണം എന്നുള്ളത് നിയുക്ത വരന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ അറിയിക്കേണ്ടതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളുടെ വിവാഹ ബന്ധത്തോടുള്ള കാര്യത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക്, ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, സഹായികൾ, ഇവർക്കെല്ലാം വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവമാത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രശസ്ത വിവാഹം ഷിബിൻ ബി ജോർജിൻ്റെയും ഫെയ്ത്തിലി ഷിജുവിൻ്റെയും വിവാഹം പുതിമുട് TPM പെന്തക്കോസ് സഭാഹാളിൽ വെച്ച് ജനുവരി 27 തിങ്കളാഴ്ച പകൽ 10:30 മണിക്ക് വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഈ മാസം 27 തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് ഉദിമൂട് TPM സഭാഹാളിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞതിന് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന കുറി ഇപ്പോൾ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയരേഖ ഇപ്പോൾ വായിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര പഞ്ചായത്തിൽ പതാലിൽ വീട്ടിൽ ബ്രദർ PT ജോർജിൻ്റെയും സിസ്റ്റർ റോസമ്മ ജോർജിൻ്റെയും മകനും പെന്തക്കോസ് മിഷൻ ഉദിമൂട് സഭാംഗവുമായ ഷിബിൻ P ജോർജും, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഫെയ്ത്ത് സദനത്തിൽ ഷാജു കെ ജോർജിൻ്റെയും സിസ്റ്റർ ലിസി ഷാജുവിൻ്റെയും മകളും പെന്തക്കോസ് മിഷൻ ഉമ്മന്നൂർ സഭാംഗവുമായ ഫെയ്ത്തിലി ഷാജുവും തമ്മിലുള്ള വിവാഹം ദൈവഹിതമായാൽ 2025 ജനുവരി മാസം 27 തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് പെന്തക്കോസ് മിഷൻ ഉദിമൂട് സഭാഹാളിൽ വെച്ച് നടത്തുവാൻ ഇരു സഭയും വേണ്ടപ്പെട്ടവരും കൂടി ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇനി നിയുക്ത വധുവരന്മാരും പിതാക്കന്മാരും ഇരുസഭയിൽ നിന്ന് സാക്ഷികളായി ഓരോരുത്തർക്കും സൈൻ ചെയ്തതിനു ശേഷം കുറികൾ
യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഷിബിൻ്റെയും സഹോദരി ഫെയ്ത്തലിയുടെയും വിവാഹം ഇന്നേ ദിവസം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ നാൾ ദീർഘമാകുന്ന പക്ഷം ഈ മാസം 27-ാം തീയതി വിവാഹ ശുശ്രൂഷ നടത്തപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ചെയ്യുവാൻ കഴിയും. അവരുടെ ഭാവി ശോഭനമായും കുടുംബജീവിതം ധന്യമായി തീരുന്നതിന് വേണ്ടി എല്ലാവരും തുടർന്ന് പ്രാർത്ഥിച്ച് അവരെ സഹായിക്കുക. ഈ ലോക ജീവിതത്തിലെ ചില പ്രധാന ദിവസങ്ങളുണ്ട്. അതിലൊരു ദിവസമാണ് ഈ ദിവസം. ചില സന്തോഷ സുദിനങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സന്തോഷിക്കാറുണ്ട്. അതുപോലെ പഠനത്തിൽ ഏതെങ്കിലും വിജയം നേടുമ്പോൾ സന്തോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെടുമ്പോൾ സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഇന്നെല്ലാവരും സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഒരു ദിവസം കൂടെ സന്തോഷത്തിൻ്റെ സുദിനം വരാൻ പോവുകയാണ്. 27-ാം തീയതി ഇവരുടെ വിവാഹ ദിവസം.
എന്നാൽ ഇതൊക്കെ ഇങ്ങനെയുള്ളതായ ഈ ലോകത്തിലെ സന്തോഷ ദിവസങ്ങളെന്നൊക്കെ പറയുമ്പോൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. ഇത് ക്ഷണികമാണ്, വേഗം തീർന്നു പോകും. കാരണം നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ ഇന്ന് കുറവാണ്. ആദിയിൽ നാം നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ മനുഷ്യന് ദീർഘമായൊരു ആയുസ്സുണ്ടായിരുന്നു. 930, 969 ഇങ്ങനെ കാലഘട്ടങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ആദാമിൻ്റെ കാലം എന്ന് പറയുന്നത് 930 വർഷമായിരുന്നു. മറ്റൊരു മനുഷ്യനെ കുറിച്ചുകൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മെതുസലേക്ക് 969 വർഷം ജീവിച്ചു. എന്നാൽ ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അതിലും കൂടുതൽ മനുഷ്യർ ജീവിച്ചിരുന്ന് കാണും എന്ന് കരുതും. എന്നാൽ മനുഷ്യൻ ഭൂമിയിൽ തിന്മയും ദുഷ്ടതയും പെരുകിയത് കാരണം ദൈവം മനുഷ്യന്റെ ആയുസ്സിനെ ഒന്ന് കുറച്ചു. ഭൂമിയിൽ പാപം പെരുകിയത് മുഖാന്തരം ഒരിക്കൽ ഭൂമിയെ നശിപ്പിച്ച് നോഹയും കുടുംബവും മാത്രം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈർഘ്യം 120 സംവത്സരമാകിയിരിക്കും എന്ന് പറഞ്ഞു. തുടർന്ന് ഈ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞ് ഭക്തനായ മോശ തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഇപ്രകാരം എഴുതി 90-ാമത്തെ സങ്കീർത്തനത്തിൽ, മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ് എന്നൊക്കെ എഴുതി. എന്നാൽ നാം നോക്കുകയാണെങ്കിൽ ഇന്ന് അതിലും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാം ഓരോ ദിവസവും നോക്കുമ്പോൾ ഈ ദൈർഘ്യം കുറയുന്നത് കാണാം. എന്നാൽ ഇങ്ങനെയുള്ളതായ ഒരു അല്പകാല ജീവിതത്തിന് വേണ്ടി ചില സന്തോഷ സുദിനങ്ങളുണ്ട്. എന്നാൽ ഇതിനപ്പുറമായ ഒരു സന്തോഷ സുദിനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സന്തോഷ സുദിനത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്. ഇത് വേഗം തീരും. പക്ഷേ ക്ഷണികമല്ലാത്തതും നിത്യവുമായ ഒരു ജീവിതം അവശേഷിക്കുന്നുണ്ട്. അത് സൃഷ്ടാവായ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നാം സദാകാലവും വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. അതിനുവേണ്ടി ഈ തരുണത്തിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു കൊള്ളട്ടെ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഉന്നതനാണ്. നാം നോക്കുമ്പോൾ ഇന്ന് കാണുന്നതായ നാം ഏറ്റവും ഉന്നതമെന്നും ഏറ്റവും വലിയതെന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ വല്ലതിനും നമുക്കതിൻ്റെ വ്യാപ്തി കൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ഭൂമിയുടെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. അതുപോലെ ആകാശത്തിൻ്റെ, സമുദ്രത്തിൻ്റെ, ജ്യോതിർഗോളങ്ങളുടെ ഒന്നും വ്യാപ്തി, അതൊക്കെ വലുതാണ് നമ്മുടെ ദൃഷ്ടി. എന്നാൽ ദൈവം അതൊന്നും വലുതായി കണ്ടില്ല. ഇവയൊക്കെ ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നു നല്ലത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മെപ്പോലെ ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നോക്കിയിട്ട് പറയുന്നു എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. സകല സൃഷ്ടികളുടെ മധ്യത്തിൽ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു എത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ലത്. കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞു, ഒരു മനുഷ്യൻ മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനമില്ല. ഈ ആത്മാവാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയവനാക്കി തീർത്തത്. ഇന്ന് ജീവനുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു ആത്മാവില്ല, അതിന് ജീവനേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവ് ദൈവത്തിൻ്റെതാണ്, ദൈവം തന്നതായ ആത്മാവാണ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ശ്വാസമാണ്, ജീവനാണ് മനുഷ്യനിലൂതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മനുഷ്യനെ മുന്നിൽ നിർത്തിയത്. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ മനുഷ്യൻ പലരും വില കൽപ്പിക്കാറില്ല, ജീവിതത്തെക്കുറിച്ച് വില കൽപ്പിക്കാറില്ല.
മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും വിലമതിക്കാതെ അല്പമായ ആയുസ് അത് നഷ്ടപ്പെടുത്തി കളയുന്നു നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ജീവിതം ഒന്നേ ഉള്ളൂ. അല്പമായ ഒരു ആയുസ്സിൽ നൽകിയിരിക്കുന്ന ഈ ജീവിതകാലം മനോഹരമാക്കി തീർത്ത് നമ്മുടെ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ലോകത്തിൽ നമുക്കൊക്കെ വിലയൊക്കെ കുറവാണ് എന്ന് പറഞ്ഞാൽ, ചില മാസങ്ങൾക്ക് മുമ്പേ പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു. അതിന് മനുഷ്യന് വില കൊടുത്തിരുന്നത് 49,500 രൂപയുള്ളൂ. അതായത് മനുഷ്യ ശരീരത്തിലെ ധാതു ലവണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് തൂക്കി നോക്കി മാർക്കറ്റിൽ വിറ്റാൽ 49,500 രൂപയ്ക്കുള്ള വിലയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഇതിനേക്കാളും വിലയുള്ള ഒരു ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി, ജീവനെ ഒന്ന് നിലനിർത്താൻ വേണ്ടി മനുഷ്യന് എത്ര ലക്ഷങ്ങളാണ് മുടക്കുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ വാഹനങ്ങളുടെ പാർട്സ് മാറ്റുന്നത് പോലെ മാറ്റിവെക്കാറുണ്ട്. മാറ്റിവെച്ച് കിഡ്നി മാറ്റിവെക്കുന്നു. ചോദിച്ചാൽ പറയും 30 ലക്ഷം. അടുത്തിടെ ഒരു സഹോദരിയുടെ നാക്കിൽ ക്യാൻസർ വന്നിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 35 ലക്ഷം. പിന്നെയും മെഡിസിൻ എടുത്തു. പക്ഷേ ദൈവം തന്ന അവയവത്തിൻ്റെതായ ഒറിജിനാലിറ്റി ഒന്നും അതിനില്ല. ശരിക്ക് സംസാരിക്കത്തില്ല, ശരിക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല, ജ്യൂസ് പോലെ ആക്കി വെള്ളം പോലെ കുടിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ നാക്കുണ്ട്, പക്ഷേ വില കൊടുത്തു. എന്നാൽ എന്തുകൊണ്ട് അതങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ജീവൻ കുറച്ച് പിടിച്ചു നിർത്താനാ. ആര് പിടിച്ചു നിർത്തിയാലും എന്തെല്ലാം ചെയ്താലും ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പോകണം. എവിടേക്ക് പോകണമെന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പാപമില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചു. ദൈവത്തോടു കൂടെ വസിക്കുന്നതിന് ചില പ്രമാണങ്ങളുമുണ്ട്. പ്രമാണം കൊടുത്തിരുന്നു, പക്ഷേ മനുഷ്യൻ അത് ലംഘിച്ചു. അങ്ങനെ അനുസരണക്കേടുന്ന പാപം മുഖാന്തരം മനുഷ്യൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് സംസർഗം നഷ്ടപ്പെട്ട് തുടർന്ന് ജനിച്ച തലമുറകളെല്ലാം പാപികളായി ജനിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് മനുഷ്യർ. തൽഫലമായിട്ട് മനുഷ്യനിൽ കുടികൊണ്ടത് പാപമാണ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കുമ്പോൾ നമുക്ക് നന്മയും തിന്മയും അറിയാം. പക്ഷെ പലപ്പോഴും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ അനേകം മനുഷ്യർ നെടുവേർപ്പെടുന്നത് കാണുവാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ശൗലായിരുന്ന പൗലോസ് തൻ രക്ഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു. അവിടെ വിപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. ഇതിന് കാരണം എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന മറ്റൊരു പ്രമാണം, ഒരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ ശരീരത്തിലുണ്ടെന്നും, എന്നാൽ അത് മുഖാന്തരം ഞാൻ പാപം ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് അവൻ താൻ ചോദിക്കുകയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് ചോദിച്ച് തൻ മറുപടിയും പറയുന്നു: യേശു ക്രിസ്തു മുഖാന്തരം ജയം പ്രാപിക്കാം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മുഖാന്തരം ഏതൊരു മനുഷ്യനും ജയം പ്രാപിക്കുവാൻ കഴിയും. കാരണം ലോകത്തിൽ അനേകം അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു വന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. പാപികളും ദോഷികളും ജീവിതത്തിൽ ഭാരമേറി ചുമടേന്തിക്കൊണ്ട് ജീവിതഭാരം പേറി നടന്നതായ മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുവാൻ, നല്ലൊരു അത്താണിയായിരിക്കുവാൻ, മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. അപ്രകാരം വന്നവനായ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനായിരുന്നു, നിർമ്മലനായിരുന്നു, ദോഷം ഒന്നും ചെയ്യാതെ നല്ലൊരു ജീവിതം ചെയ്തു. ആ യേശുവിനെ കുറിച്ച് എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. സാത്താൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ സാക്ഷ്യം പറഞ്ഞു, ലോകത്തിൽ അന്നത്തെ ഭരണാധികാരി സാക്ഷ്യം പറഞ്ഞു. ഇവൻ നീതിമാനാണ്, ഇവൻ പരിശുദ്ധനാണ്, ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞെങ്കിലും തനിക്ക് ലഭിച്ചൊരു മരണമുണ്ട്. അത് കാൽവരി ക്രൂശിലെ മരണമാണ്. അത് എതിർച്ചയാ സംഭവിച്ചൊരു കാര്യമല്ല. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ശപിക്കപ്പെട്ട മനുഷ്യനെ, അധമനായി തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ പിതാവായ ദൈവം ഒരുക്കിയ പദ്ധതിയായിരുന്നു. അപ്രകാരം യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. തൻ്റെ രക്തം മുഴുവൻ ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതാണ് എന്നുള്ളത്
യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നു അവർക്ക് പാപമോചനം ലഭിക്കും. യേശുവിനെ വിശ്വസിച്ചിട്ട് ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവം മക്കളായി തീരുവാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അപ്രകാരം പ്രിയമുള്ളവരെ, യേശുവിനെ നാം വിശ്വസിച്ചുവോ? കർത്താവിൻ്റെ നാമത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാം ദൈവമക്കളാണ്. ചിലപ്പോൾ പറയും, ഞാനൊരു പാപിയല്ല എന്ന് നാം ചിന്തിച്ചേക്കാം. ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, മറ്റു പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു സത്യമുണ്ട്, നാം ജനിക്കുന്നത് ജന്മപാപത്തിലാണ്. ജന്മന നാം പാപികളായി ജനിക്കുന്നു. അനന്തരമായിട്ട് വളരും തോറും കർമ്മമാകുന്ന പാപം എന്ത് ചെയ്യുന്നു? നാം അധീനരാണ്. നാം രണ്ടുവിധ പാപത്തിന് ഏതൊരു മനുഷ്യനും അധീനനാണ്, ജന്മപാപവും കർമ്മപാപവും. ഈ രണ്ടുവിധ പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാനാണ് യേശു കർത്താവായ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണിലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ ആദ്യപടിയുമായിട്ട് രക്ഷ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അതിനാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഇനി നമുക്ക് ദൈവസന്നിധിയിൽ പോകണം. ഈ ലോകത്തിൽ ചെന്ന് അനേകം പേർ യേശുവിനെ അനുഗമിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഒരുവൻ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് ഒരു വ്യക്തി യേശു യോർദാനിൽ ഇറങ്ങി 30-ാമത്തെ വയസ്സിൽ സ്നാനം സ്വീകരിച്ചതുപോലെ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുന്ന ഒരു അനുഭവമുണ്ട്. അത് ജലസ്നാനത്തിലാണ്. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം, പാപം ഏറ്റുപറഞ്ഞവർക്കാണ് സ്നാനം. ഇല്ലാതെ സഭയോട് ചേരുവാനല്ല സ്നാനം, ക്രിസ്തുവിനോട് ചേരാനും യേശുവിനെ ധരിക്കുവാനും എന്ന് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രകാരം സ്നാനം സ്വീകരിച്ച് തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതാണ് അടുത്ത് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ താൻ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പോയിട്ട് ആദ്യം ചെയ്ത് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ സഹിയോൻ മാളികയിൽ ഈ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വേണ്ടി 120 പേരുടെ ഒരു സമൂഹം, അതായത് യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിൻ്റെ പിതാവ് യോസഫ്, യേശുവിൻ്റെ ശിഷ്യന്മാരൻ 12 പേര്, 11 പേര്, ഇങ്ങനെ പലരും അവിടെ, അങ്ങനെ ഒരു സമൂഹം, യേശുവിൻ്റെ സഹോദരന്മാരും ഒക്കെ ആയിട്ട് ഒരു 120 പേരുടെ സമൂഹം അവിടെ കൂടിയിരുന്നു. എന്നാൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങിയതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങൾ നാം വായിക്കും. അവർ അന്യഭാഷ സംസാരിച്ചു, അഗ്നിജ്വാലയ്ക്കൊത്ത നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടവർക്കും കേട്ടവർക്കും ആശ്ചര്യമായി. അന്ന് ഏകദേശം 3000-ഓളം പേർ രക്ഷ പ്രാപിച്ച് ഈ അനുഭവം പ്രാപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതായി കാണും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തുടർന്ന് അവർ ചെയ്തത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുരയ്ക്ക് പ്രാർത്ഥന കഴിച്ച് യേശു മടങ്ങി വരും എന്നുള്ള പ്രത്യാശയോടെ കാത്തിരുന്നു. ഇന്നും കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും കാത്തിരിക്കുന്നു, യേശു മടങ്ങി വരും. ഇത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ആരെങ്കിലും അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പ്രിയമുള്ള നമുക്ക് ഒരുക്കപ്പെടാം, നമ്മുടെ യേശു വരും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് വരും. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 2 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് നോക്കി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുന്നവനായി യേശുവിനെ കണ്ടതുപോലെ യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നു. യേശു വരുന്നത് ഒരു സ്ഥലം ഒരുക്കിയിട്ട്, നമുക്കുള്ള സ്ഥലം ഒരുക്കിയിട്ട് യേശു വരുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, യേശു മടങ്ങി വരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു സന്തോഷ സുദിനത്തിലേക്ക്. യേശു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സന്തോഷ സുദിനങ്ങളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് യേശു ജനിച്ചത് മഹാസന്തോഷത്തിൻ്റെ സുദിനമാണെന്ന്
ദൂതന്മാർ പറഞ്ഞത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷ സുദിനം അത് കുഞ്ഞാടായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുസഭയായ കാന്തയെ ചേർക്കുന്ന സുദിനമാണ്. അവിടെ പറയും, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു എത്രയും വേഗത്തിൽ വരും. ആ ദിവസത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും കാണപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമയത്ത് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ചത്. എന്നാൽ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണം ഇന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആകയാൽ നമുക്ക് സമയം നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് ഒരുക്കപ്പെടാം. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമായ യേശു പറഞ്ഞ സംഭവങ്ങൾ, അതായത് ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ കേൾക്കും, മഹാവ്യാധികൾ ഉണ്ടാകും. ഇത് യേശു പറഞ്ഞ ലക്ഷണങ്ങളാണ്. ഈ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നാം കാണുമ്പോൾ നാം മനസ്സിലാക്കിക്കൊള്ളണം, യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താതെ, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ഒരുക്കപ്പെടാം. നമ്മുടെ കർത്താവ് വരുമ്പോൾ തേജസ്സോടെ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ. ഇല്ലാതിന് വേണ്ടി ഒരുക്കപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു നിത്യതയുണ്ട്. അത് നിത്യമായ തീപ്പൊയ്കയാണ്, നിത്യമായ നരകമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാനും മാർഗമില്ല. അവിടെ നിത്യവും കരച്ചിലും നിലവിളിയും പല്ലുകടിയും വേദനയും എന്നും അവിടെ ആ അനുഭവമാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ നാം ചെന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള കഷ്ടങ്ങൾ മാറിപ്പോകും, ദുഃഖങ്ങൾ മാറിപ്പോകും, രോഗങ്ങൾ മാറ്റപ്പെടും, വേദനകൾ മാറ്റപ്പെടും. എന്നും സന്തോഷത്തിൻ്റെ അനുഭവമാണ് സ്വർഗരാജ്യം. തിരഞ്ഞെടുക്കേണ്ട അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്നോർത്ത് മനസ്സിലാക്കി നമുക്ക് നല്ലത് തിരഞ്ഞെടുത്ത് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടാം. ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്ന ആ സന്തോഷം, മഹാസന്തോഷ സുദിനത്തിൽ തേജസ്സോടെ കാണുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുക്കപ്പെടാം. അതിനായി ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആശയവനിലത്രേ യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാനും. വെക്കം തന്മണവാട്ടി ആക്കിടുമെന്നെയങ്ങും, വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെയങ്ങും. വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലതിനൊട്ടും, വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലതിനൊട്ടും. ഈ ദിവസം ദൈവ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ ദൈവം കരുണ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വിവാഹവും തക്ക സമയത്ത് അനുഗ്രഹമായി നടത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവരെ ശക്തീകരിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നിത്യമണവാളനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സേറിയ കാന്തയായി കർത്താവിന്റെ മുന്നിൽ നിൽക്കുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണതിനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് ദൈവ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സകല വിധത്തിലും ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. പിതാപുത്രൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, പ്രാർത്ഥി. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ അടികളെ ഒരുക്കിയ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്ന നല്ല ജ്ഞാനത്തിന് തക്കതായ തുണി ഉണ്ടാക്കി കൊടുക്കുന്ന നിശ്ചിത കർത്താവേ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനമായി ധീയമായി ഇന്ന് പകൽക്കാലം അടിയങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഈ ശുശ്രൂഷകളെല്ലാം ദൈവം മഹത്വമാക്കി തീർത്ത കൃപകൾക്കായി സ്തോത്രം.
പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ജന്മം മുതൽ കർത്താവെ ഇതുവരെയും അവിടുത്തെ കൃപ കൊടുത്ത് ഇത്രത്തോളം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ധാരാളമായ കൃപ തുടർന്നും പകരേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിവാഹം അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചാട്ട് ധാരാളം കൃപ കർത്താവെ പകർന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് പകൽക്കാലം ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങൾക്കൊരു നിത്യ സന്തോഷം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ അതിനായി കർത്താവേ ആ സന്തോഷ സുദിനത്തിനായി ഓരോ നിമിഷം ഒരുക്കപ്പെടുവാൻ പര്യാപ്തമായ ദൈവത്തിന്റെ ആലോചന ഇത് പകൽക്കാലം കർത്താവ് ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളൊക്കെയും താൽക്കാലികം ക്ഷണഭംഗരമെന്ന് തിരിച്ചറിയുവാൻ ഇത് പകൽക്കാലം പരിശുദ്ധാത്മ ഞങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിപ്പിച്ച വചനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തുന്നു കർത്താവേ. മാനസാന്തരത്തിന്റെ യഥാർത്ഥമായ സന്തോഷം പ്രാപിച്ചുകൊണ്ട് പാപത്തെ വെടിഞ്ഞ് ഒരു പരിശുദ്ധമായ ജീവിതം നയിപ്പാനായി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ സന്തോഷം ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കർത്താവേ സ്തോത്രം അവിടുത്തെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവിടുത്തെ കാന്തയായി വെളിപ്പെടുവാൻ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത കർത്താവെ ആരെങ്കിലും ഇവിടെ വചനം കേട്ടിരിക്കുന്നുവെങ്കിൽ ഇത് പകൽക്കാലം ദൈവം സന്ദർശിക്കണമേ. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു അനുഗ്രഹീതമായ ജീവിതം നയിച്ച് നിത്യവിവാഹത്തിനായി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട് തുടർന്നും അവിടുത്തെ കൃപ കൂടിയിരിക്കും. ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ പ്രിയപ്പച്ചനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനി ധാരാളമായ കൃപ കൊടുക്കും. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കാവലും നാം ഏവരോടും സകല വിശുദ്ധ ജനത്തോടും ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളോടും കർത്താവിന്റെ നാൾ വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇരിക്കും. സ്വർഗീയ പിതാവേ, ശുശ്രൂഷയെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. അനന്തരമായി ഒരുക്കപ്പെടുന്ന സദ്യയും കർത്താവ് അനുഗ്രഹിക്കണം. ഭക്ഷിച്ച് പാനം ചെയ്ത് അങ്ങയുടെ നാമം മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കും. അങ്ങയുടെ നാമം സകല വിധത്തിലും മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time. Let's go wherever the wind blows. Wherever the wind blows. Wherever the wind blows.
home, where my heart is full. Oh, where I don't feel the rain or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder where right, all feels right. Waking up to tea in my bed. Wonder where right, no troubles inside. Everything's at ease instead. Wonder where right, time can fly, no matter how long it be. Wonder where right, we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. The joy of little things in life. Wonder where right, all feels right. Waking up to tea in my bed. Wonder where right, no troubles inside. Everything's at ease instead. Wonder where right, time can fly, no matter how long it be. Wonder where right, we're in paradise, no other place so happy. Why you ever chose me has always been a mystery. All my life I've been told I belong at the end of the line, with all the other not quite, with all that never get it right. But it turns out they're the ones you were looking for all this time. 'Cause I'm just a nobody, trying to tell everybody all about somebody who saved my soul. Ever since you rescued me, you gave my heart a song to sing. I'm living for the world to see, nobody but Jesus. I'm living for the world to see, nobody but Jesus. When Moses had stage fright and David brought a rock to a sword fight, you picked 12 outsiders nobody would have chosen, and you changed the world. Well, the moral of the story is everybody's got a purpose. So when I hear that devil start talking to me, saying, who do you think you are? I say, I'm just a nobody, trying to tell everybody all about somebody who saved my soul. Ever since you rescued me, you gave my heart a song to sing. I'm living for the world to see, nobody but Jesus. I'm living for the world to see, nobody but Jesus. So let me go down in history as another blood-bought, faithful member of the family. And if they all forget my name, well, that's fine with me. I'm living for the world to see, nobody but Jesus. So let me go down in history, as another blood-bought, faithful member of the family. That's all I ever wanna be. And if they all forget my name, well, that's fine with me. I'm living for the world to see, nobody but Jesus.
just a nobody, trying to tell everybody all about somebody who saved my soul. Ever since you rescued me, you gave my heart a song to sing. I'm living for the world to see nobody but Jesus. I'm living for the world to see nobody but Jesus. I'm living for the world to see nobody but Jesus. I have looked for you in the mountains, waited for the ground to shake. I've searched the sky for something amazing. Remind me there's another way, just as marvelous, still miraculous. I see you in the ordinary, every breath I breathe, in my own heartbeat. I know you're always right here with me. Nothing is mundane, your glory is displayed in a million ways. In the ordinary, you make my days extraordinary. In the ordinary, in the sunrise that wakes the morning, oh, watching as the seasons change. In our heart-to-heart conversation, in joy that can't be contained. Oh, it's marvelous, so miraculous. I see you in the